ഈ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിളിപ്പേരുകളെന്ന് വെച്ചാൽ മുന്ന, സംഘി, ചാണകം. അതിനുവേണ്ടി സത്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വെസ്റ്റ് ബംഗാളിൽ ഈ വഖഫിന്റെ ഭേദഗതി നിയമം പാസായതിനു ശേഷം അവിടെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ണട ചിരുത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പറ്റി ഇവിടെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നില്ല. അതെന്താ അങ്ങനെ? അപ്പോൾ അവിടെയുള്ള കുറേ ഹിന്ദുക്കൾ ഇതുപോലൊരു വിഷയം അനുഭവിച്ചിരിക്കാൻ നേരം സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ഞാനൊന്നും എടുത്ത് പറയണ്ടേ. നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ എവിടെപ്പെടുന്ന ആൾക്കാർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണ്ടേ. പക്ഷേ പേരുകളാണ് നമുക്ക് വീണുകൊണ്ടിരിക്കുന്നത്. മുന്നാൾ പേരുകൾ, സംഘി, ചാണകം കണക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ആലോചിച്ച് നോക്കിയ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായി. അതിനുശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ കൂട്ടമായിട്ട് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തെരുവിൽ ഇറങ്ങുന്നു. അവർ തെരുവിൽ പ്രതിഷേധിക്കുക മാത്രമല്ല ചെയ്തത്, ഈ പാവം ഹിന്ദുക്കളെ വീട് കത്തിക്കുന്നു, അവരെ ആക്രമിക്കുന്നു, അവിടുത്തെ കുട്ടികൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ. അവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള അവസ്ഥ. പാവം സ്ത്രീകളൊക്കെ കിടന്ന് കരയാണ്. അവരവരുടെ വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചവർ ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥിയായപ്പോൾ ഈ മതേതരത്വം ഓവർലോഡ് ചെയ്തിട്ടുള്ള കലവരിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ചിലത് വിഴുങ്ങുക, ചിലത് കാണുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളും കാണേണ്ടതായിട്ടുണ്ട്, അവിടുത്തെ ഹിന്ദുക്കളെയും കാണേണ്ടതായിട്ടുണ്ട്. പാവം ഹിന്ദുക്കളായിട്ട് ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞാൽ അവർ